ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ചേരുവകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ ഒരു വലിയ ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ക്യാബേജ്, ഒരു പിടി ക്യാബേജാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകണ്ട. ആ ഉരുളക്കിഴങ്ങൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള എണ്ണയിലൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ മുട്ടയിലേക്ക് വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഈ ഉപ്പ് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കേണ്ട കാര്യമേ ഉള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മുട്ടയുടെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എരിവിനായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇവിടെ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും കുരുമുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മിക്സ് എന്തായാലും നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്കത് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊട്ടറ്റോയും ക്യാബേജും ഓനിയനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പൊട്ടറ്റോ മിക്സും എഗ്ഗും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പൊട്ടറ്റോ മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്ത പാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മുടെ ഓംലേറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അധിക നേരം അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് മതി. അതിനുശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ഓംലേറ്റ് ഒരുവിധം കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് തിരിച്ചിടണം. പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തിരിച്ചിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇവിടെ നമ്മുടെ ഓംലേറ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ആ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ട്
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേ കൂടി ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ തക്കാളി, മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.